Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് പദ്ധതിയിൽ കോടികളുടെ വികസനം നടക്കുന്ന പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർസൽ സർവീസ് നിർത്തലാക്കി ഉത്തരവിറക്കിയ അധികൃതർ. ഇതോടെ ഇല്ലാതായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരിച്ചും പാർസൽ അയക്കുന്ന സൗകര്യം. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് ഒരുക്കി. 45 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഏപ്രിൽ മാസം അവസാന വാരത്തോടെ ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കല്യാശ്ശേരി MLA M. വിജിൻ പ്രഖ്യാപനം നിർവഹിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രി LIC ജംഗ്ഷനിൽ റോഡിന് ഇരുവശവും കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നത് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്നതായി പരാതി. സ്ലാബുകൾ സ്ഥാപിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യവുമായി യാത്രക്കാരും പ്രദേശവാസികളും. വാർത്തകൾ വിശദമായി. അമൃത് ഭാരത് പദ്ധതിയിൽ കോടികളുടെ വികസനം നടക്കുന്ന പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർസൽ സർവീസ് നിർത്തലാക്കി ഉത്തരവിറക്കി അധികൃതർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരിച്ചും പാർസൽ അയക്കുന്ന സൗകര്യമാണ് ഇതോടെ ഇല്ലാതായത്. കണ്ണൂർ കഴിഞ്ഞാൽ കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് പയ്യന്നൂർ. സ്ഥിരം യാത്രക്കാരടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. പാർസൽ സർവീസിന്റെ കാര്യത്തിലും ഇതേ സ്ഥിതിയാണ്. എന്നാൽ ഇവിടെ നിന്നുമുള്ള പാർസൽ സർവീസ് നിർത്തലാക്കി ഉത്തരവിറക്കിയിരിക്കുകയാണ് അധികൃതർ. അമൃത് ഭാരത് പദ്ധതിയിൽ കോടികളുടെ വികസനം നടക്കുന്ന പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിലവിലുണ്ടായ സൗകര്യം പോലും ഇല്ലാതാകുന്നത്. പാലക്കാട് ഡിവിഷനു കീഴിൽ നിലമ്പൂരും പൊള്ളാച്ചിയിലും പാർസൽ സർവീസ് നിർത്തിയ കൂട്ടത്തിലാണ് പയ്യന്നൂരിലും നിർത്തിയത്. ഒരു വർഷം മുമ്പ് പാർസൽ സർവീസ് നിർത്തിവെച്ചിറങ്ങിയ ഉത്തരവ് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മരവിപ്പിച്ചു. ഇപ്പോൾ ഒരു വർഷത്തിനു ശേഷം വീണ്ടും റെയിൽവേ ഉത്തരവിറക്കുകയായിരുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വ്യാപാരി വ്യവസായി സമിതിക്ക് പറയാനുള്ളത്, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മലബാറിലെ തന്നെ പാലക്കാട് ഡിവിഷൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ 2 വർഷത്തോളമായി 35 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നടന്നു വരുന്നത്. ഇപ്പോൾ ഒരു 2 മാസം മുമ്പേ പുതിയൊരു ഉത്തരവ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജറുടെ വകയായിട്ടുള്ളൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാർസൽ സർവീസുകൾ പൂർണ്ണമായി നിർത്തലാക്കാൻ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെതിരെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജറായ അരുൺകുമാർ ചതുർവേദിക്ക് നമ്മുടെ വ്യാപാരി വ്യവസായി സമിതി കഴിഞ്ഞ മാർച്ച് 13 അദ്ദേഹം സ്ഥലം സന്ദർശിക്കുന്ന ആ വേളയിൽ നമ്മുടെ ഒരു വ്യാപാരി വ്യവസായികൾക്ക് അതുപോലെ പൊതുസമൂഹത്തിനും ഉണ്ടാകുന്ന ഈ ഒരു വിഷമത്തെപ്പറ്റി ദീർഘമായ സംസാരിക്കുകയും ഒരു നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. പയ്യന്നൂരിന് വിദേശ ഡോളർ നേടിത്തരുന്ന ഞണ്ട്, ചെമ്മീൻ കയറ്റുമതിയടക്കം ഇതോടെ നഷ്ടമാകും. സ്റ്റേഷനിലെ 4 അംഗീകൃത പോർട്ടർമാരുടെ ജോലിയും നഷ്ടപ്പെടും. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രമായ ഇന്ത്യൻ നാവിക അക്കാദമി ഏഴിമല കേന്ദ്രം, പെരിങ്ങോം CRPF പരിശീലന കേന്ദ്രം, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് ആയുർവേദ കോളേജ്, നിരവധി എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ആശ്രയിക്കുന്നത് പയ്യന്നൂർ സ്റ്റേഷനെയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരിച്ചും പാർസൽ അയക്കുന്ന സൗകര്യമാണ് ഇതോടെ ഇല്ലാതായത്. പാർസലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ മുറിയില്ലാത്തതും ദീർഘദൂര ട്രെയിനുകളിൽ പല സ്റ്റേഷനുകളിലേക്കും ഇവിടെ നിന്ന് പാർസൽ ബുക്കിംഗ് ഇല്ലാത്തതും പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് ഉള്ള സൗകര്യവും ഇല്ലാതാകുന്നത്. ഇനി പാർസൽ ബുക്കിങ്ങിന് പയ്യന്നൂരുകാർ കണ്ണൂർ സ്റ്റേഷൻ ആശ്രയിക്കണം.
ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പെരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് ഒരുക്കി. 45 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഏപ്രിൽ മാസം അവസാന വാരത്തോടെ ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്യും. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് ഒരുങ്ങി. നഗരസഞ്ചയിക പദ്ധതിയിൽ 45 ലക്ഷം രൂപയാണ് സർക്കാർ പഞ്ചായത്തിന് അനുവദിച്ചത്. ഈ തുക ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും മറ്റുമുള്ള സംവിധാനമാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയത്. പ്രത്യേക ടോയ്ലറ്റ് ബ്ലോക്ക്, ടീ കിയോസ്ക്, പാർക്കിന്റെ നവീകരണം എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെത്തുന്നവർക്കും യാത്രക്കാർക്കും ഈ പദ്ധതി വളരെയേറെ സഹായകരമാകുമെന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പറഞ്ഞു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പണി പൂർത്തിയായി ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണ്. ഈ മാസം ഒടുവിൽ തന്നെ ടേക്ക് എ ബ്രേക്കിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പം നിലവിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ കണക്ഷനാണ് ഇനി ലഭ്യമാകാൻ ബാക്കിയുള്ളത്. അപ്പം നിലവിൽ നമ്മൾ ജൽജീവൻ മിഷൻ്റെ കണക്ഷന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടേക്ക് എ ബ്രേക്കിന് സമീപമായി തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു കിണർ നിലവിലുണ്ട്. ആ കിണറിൽ നിന്ന് നമുക്ക് മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു അനുമതിക്ക് വേണ്ടി മെഡിക്കൽ കോളേജിനെ സമീപിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് ആ രീതിയിൽ നമുക്ക് കുടിവെള്ളം ലഭ്യമാകുന്ന സ്ഥിതി ശേഷമുണ്ടാവും. ഇതിൻ്റെ നടത്തിപ്പ് കുടുംബശ്രീയെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. പ്രധാന കേന്ദ്രങ്ങളിൽ ശുചിമുറികൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പരിയാരത്ത് ടേക്ക് എ ബ്രേക്ക് ഒരുക്കാൻ തീരുമാനിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. കുടിവെള്ള പദ്ധതി ഉടൻ തന്നെ പൂർത്തീകരിക്കും. കുടുംബശ്രീക്കായിരിക്കും ഇതിന്റെ നടത്തിപ്പ് ചുമതല. ഏപ്രിൽ അവസാന വാരത്തോടെ പദ്ധതി നാടിന് സമർപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കല്യാശ്ശേരി MLA വിജിൻ MLA പ്രഖ്യാപനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് ബ്രഹ്മപുരത്തിന് ശേഷം വളരെ ഗൗരവത്തോടു കൂടിയാണ് ആ വിഷയത്തെ നാം വെട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. മാലിന്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുക, അത് തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം, ത്രിതല പഞ്ചായത്തുകളുടെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. മാലിന്യ പ്രശ്നം ഒരു ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അത് കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് ഉൾപ്പെടെയുള്ള നമ്മൾ ഗൗരവമായി അതിനെ മനസ്സിലാക്കിയതുമാണ്. ഇന്നത്തെ പത്രങ്ങളിലെല്ലാം ഒരു വാർത്തയുണ്ട്. ആ വാർത്ത കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മത്തിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. നമ്മളെ മത്തി മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ ഘട്ടത്തിൽ, ഈ സീസണിൽ ഒരു മത്തിക്ക് ചുരുങ്ങിയത് 100 ഗ്രാമെങ്കിലും തൂക്കം വേണം എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ തീരത്ത് ലഭ്യമായി കൊണ്ടിരിക്കുന്ന മത്തിക്ക് 25 ഗ്രാമിനപ്പുറം തൂക്കം വരുന്നില്ല എന്നാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാലയങ്ങൾ, ഗ്രന്ഥാലയങ്ങൾ, സ്ഥാപനങ്ങൾ, ഹരിതകർമ്മസേന, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയ്ക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തുകൾ ഹരിതകർമ്മസേന കൺസോർഷ്യം വിഭാഗങ്ങളിൽ കരിവള്ളൂർ, പെരളം, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തുകളാണ് ബ്ലോക്ക് തല പുരസ്കാരങ്ങൾക്ക് അർഹരായത്. സ്വരാജ് ട്രോഫി നേടിയ കരിവള്ളൂർ, പെരളം, പെരിങ്ങോം, വയക്കര പഞ്ചായത്തുകളെ ചടങ്ങിൽ ആദരിച്ചു. ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതമെന്ന ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയുമായി ബന്ധപ്പെട്ട നാടകത്തിന്റെ അണിയറ പ്രവർത്തകരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, KP റീന, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മോഹനൻ K, ശുചിത്വ മിഷൻ RP KM സോമൻ, ഹരിത കേരള മിഷൻ RP അരുൾ P, ജയപ്രകാശ് PK തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചന്തേരിയിൽ നിന്നും തൃക്കരിപ്പൂർ വഴി ഒളവറയിലേക്കുള്ള പ്രധാന പാതയിൽ അനുബന്ധ സൗകര്യ വികസനം നടത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 1.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. ഇന്റർലോക്ക് നടപ്പാത, ഐറിഷ് ഡ്രെയിൻ കവർ സ്ലാബ്, ഹാൻഡ് റെയിൽ തുടങ്ങിയ പ്രവൃത്തികളാണ് 1.5 കോടി രൂപ വിനിയോഗിച്ച് നടത്തുക. ചന്തേര ഒളവറ മെക്കാടം പാതയിൽ അനുബന്ധ സൗകര്യ വികസനത്തിനായാണ് 1.5 കോടി രൂപയുടെ ഭരണാനുമതിയായതെന്ന് M രാജഗോപാലൻ MLA അറിയിച്ചു. 100 മീറ്റർ നീളത്തിൽ കാലിക്കടവ് മുതൽ തങ്കയം ജംഗ്ഷൻ വരെയുള്ള 16 പ്രധാന കേന്ദ്രങ്ങളിലായാണ് നടപ്പാതയും ഹാൻഡ് റെയിലും സ്ഥാപിക്കുക.
തങ്കയമുക്കിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മരങ്ങൾ മുറിച്ചു മാറ്റുകയും വൈദ്യുത തൂണുകൾ മാറ്റി സ്ഥാപിക്കുകയും വീതി വർദ്ധിപ്പിച്ച് ഇന്റർലോക്ക് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് അപകടമില്ലാതാക്കാനുള്ള പ്രവൃത്തിയും ഇതിൽ ഉൾപ്പെടും. ഇതോടൊപ്പം സ്കൂൾ മേഖലയിലെ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ ടൗണിൽ ഗവൺമെന്റ് VHSSന് സമീപവും കൂലേരി ഗവൺമെന്റ് LP സ്കൂളിന് സമീപവും ടൈലോട് കൂടിയ നടപ്പാതയും ഹാൻഡ് റെയിലും സ്ഥാപിക്കുന്നതിന് 25 ലക്ഷം രൂപ കൂടി പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. ഇതിനു പുറമെ 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് കാലിക്കടവ് മുതൽ ഒളവറ വരെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ ഇന്റർലോക്ക് നടപ്പാത, കോൺക്രീറ്റ് പാത, ഡ്രെയിനേജ് നിർമ്മാണം, ഡ്രെയിൻ കവർ സ്ലാബ് എന്നിവ സ്ഥാപിക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. 3 സ്കീമുകളിലായി 3.75 കോടി രൂപയുടെ പ്രവൃത്തികളാണ് നടക്കുക. എല്ലാം പൂർത്തിയാകുമ്പോൾ കാലിക്കടവ് മുതൽ ഒളവറ വരെ മിക്കവാറും എല്ലായിടത്തും ഇന്റർലോക്ക്, കോൺക്രീറ്റ് നടപ്പാതകളും പൗചാലുകളും സ്ഥാപിക്കുമെന്നും MLA അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അർബൻ ടെറസ് ഫാമിംഗ് പോഷകാഹാര കൃഷിയുടെ പദ്ധതിയുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂർ, പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS അർബൻ ടെറസ് ഫാമിംഗ് പോഷകാഹാര കൃഷിയിടം ഒരുക്കുന്നതിന്റെ ഭാഗമായി ചെടിച്ചട്ടികളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വീടിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും മറ്റ് ഭക്ഷ്യധാന്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നിരുന്ന വിഷാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും മറ്റ് ധാന്യങ്ങളും ഒക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പരിധിവരെ വലിയ തോതിലുള്ള രോഗങ്ങൾ തീർച്ചയായിട്ടും കുടുംബശ്രീ എന്ന നിലയിൽ. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ വിജ്ന AV പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C ജയ, V ബാലൻ, VV സജിത, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, വൈസ് ചെയർപേഴ്സൺ പ്രീതി KV എന്നിവർ സംസാരിച്ചു. നഗരപ്രദേശങ്ങളിൽ വിഷരഹിത പച്ചക്കറികൾ വളർത്തുന്നതിനും ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ട് ടെറസ് ഫാം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ 2,50,000 രൂപ പദ്ധതിയിലൂടെ നീക്കിവെച്ചത്. 5,000 രൂപ ചെലവിലൂടെ 25 ചെടിച്ചട്ടികളും പച്ചക്കറി തൈകളുമാണ് ഒരു ഗുണഭോക്താവിന് ലഭ്യമാക്കുക. 1,250 രൂപയാണ് ഗുണഭോക്തൃ വിഹിതമായി അടയ്ക്കേണ്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ 100ന്റെ നിറവിൽ. 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുമെന്ന് M വിജിൻ MLA പറഞ്ഞു. സിലബസ് അല്ല വിദ്യാഭ്യാസം എന്നത് നമുക്ക് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ തിരിച്ചറിവിന്റെ ഘട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും അപകടകരമായ ഒരുപാട് തലങ്ങൾ നമ്മുടെ മുന്നിലൊക്കെ വരുന്നുണ്ട്. അവിടെ ലഹരിയുണ്ട്, സൈബർ ഇടങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളുണ്ട്. അതിനെല്ലാം എതിരായി നമുക്ക് ഏറ്റവും കരുത്തോടെ പോരാട്ടങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഈ ശതാബ്ദി ആഘോഷത്തിന്റെ ഈ വർഷം. ചലച്ചിത്ര ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. നീലപ്പീരിക്കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. ഈ പൂഞ്ചേരി എന്ന് പറയുന്നത് നമ്മളാണ്. ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KR ശ്രീലത, K പത്മിനി, K അനിത, K കൃഷ്ണൻ, ഹസൻ കുഞ്ഞി, PO മുരളീധരൻ, N നാരായണൻകുട്ടി, KV രാജീവൻ, K ഷീജ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ CH ലളിത, K ഗീത എന്നിവർക്ക് യാത്രയപ്പ് നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായിക്കാവ് പൂരോത്സവത്തിന് തുടക്കമായി. മേള കലാചക്രവർത്തി കലാമണ്ഡലം ശിവദാസ് മാരാരുടെ നേതൃത്വത്തിൽ 51 കലാകാരന്മാരുടെ പാണ്ഡിമേളവും നടന്നു. മാടായിക്കാവിൽ സഹസ്രദീപം തെളിഞ്ഞതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. മേള കലാചക്രവർത്തി കലാമണ്ഡലം ശിവദാസ് മാരാരുടെ നേതൃത്വത്തിൽ 51 കലാകാരന്മാരുടെ പാണ്ഡിമേളവും നടന്നു.
ഏപ്രിൽ 10 വരെയുള്ള ഉത്സവനാളുകളിൽ തെക്കിനാക്കിൽ കോട്ടയിലേക്കും തിരിച്ച് മാടായിക്കാവിലേക്കും ദേവിയുടെ എഴുന്നള്ളത്തും തുടർന്ന് പൂരക്കളിയും ആചാരപൂർവ്വം നടക്കും. ഏപ്രിൽ 10 പൂരം നാളിൽ രാവിലെ 8:30 വടുകുന്ത തടാകത്തിൽ ചരിത്രപ്രസിദ്ധമായ പൂരംകുളി ചടങ്ങ് നടക്കും. ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര നവീകരണ സമിതിയുടെയും നേതൃത്വത്തിൽ വിവിധങ്ങളായ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളാണ് പൂരോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. പൂരോത്സവ നാളുകളിൽ ഭക്തജനങ്ങൾക്ക് പ്രസാദവൂട്ടും പൂരം നാളിൽ പൂരക്കഞ്ഞിയും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന മാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായി എരമം സ്വദേശി NV മോഹൻദാസ്. നാടിന് തന്നെ അഭിമാനമായി മാറിയ മോഹൻദാസിന്റെ വിശേഷങ്ങൾ കാണാം. ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന മാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയം കൈവരിച്ച് ഇവിടെ വന്ന് നിൽക്കാനുള്ള ആ ഒരു വിജയത്തിളക്കത്തിലാണല്ലേ? അതെ, മോഹൻദാസ് NV. ഇപ്പൊ ആ കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് എന്താ പറയുക, ആ ഒരു നേട്ടത്തിനെ കുറിച്ച് എന്താ പറയുക? വളരെ സന്തോഷം. ഒരുപാട് വർഷമായിട്ടുള്ള എൻ്റെ അഭിലാഷമാണ്. കഠിനമായ പരിശ്രമത്തിൻ്റെ ഒരു ഫലം. നമ്മൾ പറയാറില്ലേ, എപ്പോഴെങ്കിലും നമ്മളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം ഉണ്ടാകുന്നു. അത് സാക്ഷാത്കരിക്കപ്പെട്ടു. ഈ ഒരു ബോഡി ബിൽഡിങ്ങിലേക്ക് ആ ഒരു താല്പര്യം വരാനും ഏത് സമയത്താണ് ഈ ബോഡി ബിൽഡിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്? അത് ചെറുപ്പകാലത്ത് എനിക്ക് കളരി ഇങ്ങനെയുള്ള ഈ ശരീരത്തോട് വലിയൊരു താല്പര്യമായിരുന്നു. ഒന്നാമത് നമ്മുടെ മാമന്മാരും കുടുംബത്തിലുള്ളവരൊക്കെ എല്ലാവരും നല്ല കൃഷിക്കാരായിരുന്നു. ഇവരുടെയൊക്കെ ശരീരം, അത് നാട്ടിലെ മരം കെട്ടുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ശരീരമാണ് ഞാൻ നോക്കിയിരുന്നത്. അതുപോലെ ആകണം. പിന്നീട് ജീവൻ തൊണ്ട പരസ്യം, അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മുടെ MK കൃഷ്ണകുമാറിൻ്റെ ഒരു ഫോട്ടോ പേപ്പറിൽ കണ്ടത്. അതാണ് എന്നെ ബോഡി ബിൽഡിങ്ങിലേക്ക് നയിച്ചത്. അപ്പോൾ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ചാമ്പ്യൻഷിപ്പിലൊക്കെ വിജയമായിട്ടുണ്ടോ? ഒരുപാട് ചാമ്പ്യൻഷിപ്പുകളിൽ മുൻകാലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. മിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി, കണ്ണൂർ, കേരള മിസ്റ്റർ ഇന്ത്യ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത്, ഈ പയ്യന്നൂരിലുള്ള ജനങ്ങളുടെ, പ്രത്യേകിച്ച് രവിയുടെ കുടുംബത്തിൻ്റെ, എൻ്റെ കുടുംബത്തിനെ കാട്ടിയും എന്നെ ശ്രദ്ധിച്ചവരാണ് രവിയുടെ മാതാപിതാക്കൾ ഇവരൊക്കെ. അപ്പോൾ ഇവരുടെ മാതാപിതാക്കളാണ് എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ തീരാത്തൊരു കടപ്പാടാണ് ഈ പയ്യന്നൂർ ജിമ്മുമായിട്ട്, അതുപോലെ രവിയുടെ കുടുംബവുമായിട്ട് എനിക്കുള്ളത്. അപ്പോൾ ഇനിയുള്ള ചാമ്പ്യൻഷിപ്പ് എന്തെങ്കിലും നടക്കേണ്ടതായിട്ടുണ്ടോ? ഇനി ചാമ്പ്യൻഷിപ്പ് സൗത്ത് ഏഷ്യ ഉണ്ട്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, പിന്നീട് ഒരു വേൾഡ് ചാമ്പ്യൻ ആകുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോഡി ബിൽഡിങ്ങിലേക്ക് വരുന്ന പുതിയ തലമുറയോട് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? കഠിനമായി പരിശ്രമിക്കുക, ഇതിൽ തന്നെ ശ്രദ്ധിക്കുക. ഞാൻ എരമത്ത് നിന്ന് നടന്ന് വന്നിട്ടാണ് ഇവിടെ ബോഡി ബിൽഡിങ് ചെയ്തത്. അതുപോലെ നമ്മുടെ സാമ്പത്തിക നിലയും ഉയരുവാൻ ഇന്നത്തെ രീതിയിൽ ബോഡി ബിൽഡിങ് നമ്മളെ സഹായിക്കും. എന്തുകൊണ്ടും ആർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ബോഡി ബിൽഡിംഗ്. ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ ജനറേഷൻ ഒക്കെയും തന്നെ ഈ ബോഡി ബിൽഡിങ്ങിലേക്ക് കൂടുതലായി ഇറങ്ങുന്നുണ്ട് അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് അതിന്റെ ഭക്ഷണക്രമവും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ലേ? ശരീരത്തെ മറന്ന് പ്രവർത്തിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രാധാന്യവും നമ്മൾ ഉൾക്കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാവൂ. മറ്റുള്ളവരെ അനുകരിക്കരുത്. ഒരാൾ 40 മുട്ട തിന്നെന്ന് പറഞ്ഞ് നമ്മൾ 40 മുട്ട തിന്നരുത്. നമ്മളെക്കുറിച്ച് പഠിച്ച് വളരെ സാവധാനത്തിൽ നിരീക്ഷിച്ച് നല്ലൊരു കോച്ചിൻ്റെ കീഴിൽ പരിശീലിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഈ ജിമ്മിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വാർത്തയൊക്കെ കണ്ടിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന രീതിയിലൊക്കെ ഈ ജിമ്മിൽ, അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായതായിട്ട് അറിവുണ്ടോ? അതിന്റെ കാരണങ്ങളൊക്കെ എന്തായിരിക്കും? അതിൻ്റെ കാരണങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. കാരണം ഞാൻ ഈ 57 വയസ്സ് വരെ ജിം ഇങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരായിരിക്കും. നല്ല അധ്യാപകരെ തേടി പോകണം. പ്രധാനം അധ്യാപകർ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഗ്രാജുവലി ടു സ്പെസിഫിക് ആണ് ബോഡി ബിൽഡിങ്. ഈസി ടു ഡിഫിക്കൽട്ട് ആണ് ബോഡി ബിൽഡിങ്. അത് പ്രകാരം തന്നെ ചെയ്യണം.
ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടൈം എന്ന് പറയുന്നത് രാവിലെയാണോ വൈകുന്നേരമാണോ, അങ്ങനെ കൃത്യമായ ടൈം ഉണ്ടോ, കാര്യങ്ങളുണ്ടോ? രാവിലെയാണ് ഏറ്റവും നല്ലത്. അത് ഓരോരാളുടെ ശരീരഘടനക്കനുസരിച്ചിരിക്കും. നല്ലൊരു തടിയുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത് എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ്. എന്നാൽ ഒരു മെലിഞ്ഞ പ്രകൃതക്കാരന് ഒരു 3 മണിക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും മാസ് കൂടാൻ ഏറ്റവും നല്ലത്. കാരണം അയാളുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് ലഭിച്ചാൽ മാത്രമേ അയാൾക്ക് ഈ ട്രെയിനിങ് ചെയ്യാനുള്ള എനർജി ലഭിക്കുകയുള്ളൂ. ഈ ഒരു 57-ാം വയസ്സിലും അതിന്റെ ഒരു ചെറുചുറുക്കോടെ വിജയങ്ങൾ കൈവരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അതിന്റെ ഒരു സന്തോഷം പ്രത്യേകം തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്. ഫാമിലിയും കാര്യങ്ങളൊക്കെ എന്ത് പറയുന്നു? ഫാമിലി വളരെ ഭാര്യ വളരെ സന്തോഷവതിയാണ്, മക്കൾ 2 പേരും സന്തോഷവാന്മാരാണ്. പിന്നീട് കേരളത്തിലുള്ള ഈ ജനങ്ങളൊക്കെ നമ്മുടെ എപ്പോഴും പിന്നാലെ എപ്പോഴും ഉണ്ട്. ഇതിൻ്റെ നേരെ ബാക്കിലായിരുന്നു നമ്മുടെ പഴയ ജിമ്മ് മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്ത്. കേരളത്തിന് വേണ്ടി ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ തന്നെ ഈ മോഹൻദാസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനിയും ഒട്ടേറെ ചാമ്പ്യൻഷിപ്പ് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയും തന്നെ നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന തരത്തിൽ തന്നെ നേട്ടങ്ങളൊക്കെയും തന്നെ കൈവരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ചാന്ദിനി. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രി LIC ജംഗ്ഷനിൽ റോഡിനിരുവശവും കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നത് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്നതായി പരാതി. സ്ലാബുകൾ സ്ഥാപിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യവുമായി യാത്രക്കാരും പ്രദേശവാസികളും. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രി LIC ജംഗ്ഷനിൽ റോഡിനിരുവശവും ഓവുചാൽ സ്ലാബുകൾ തകർന്നത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. വാഹനങ്ങൾ കയറിയും കാലപ്പഴക്കം സംഭവിച്ചും തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കാൻ ഉത്തരവാദപ്പെട്ടവർ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. നിരവധി പേർ ദിനേന കടന്നു പോകുന്ന നടപ്പാതയിൽ പലയിടങ്ങളിലും സ്ലാബുകളുമില്ല. പയ്യന്നൂർ മടത്തമ്പടി അമ്പലം മുതൽ ഗവൺമെന്റ് ആശുപത്രി വരെയുള്ള നടപ്പാതയിൽ ഓവുചാൽ സ്ലാബുകൾ പലയിടത്തും തകർന്ന നിലയിലാണ്. യാത്രക്കാർ നിരന്തരം കടന്നു പോകുന്ന LIC ജംഗ്ഷനിൽ സ്ലാബ് തകർന്ന കുഴിയിൽ ഓലക്കീറും ആസ്ബസ്റ്റോസ് ഷീറ്റും മരക്കഷ്ണങ്ങളും കുത്തിനിർത്തി പരോപകാരികളാരോ മുന്നറിയിപ്പ് നൽകിയതിനാൽ ഇതിലെ കടന്നു പോകുന്നവർക്ക് അപകടത്തിൽ നിന്നും രക്ഷയാക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ദിവസം പലതവണ ഇതുവഴി കടന്നു പോകുന്ന ഉത്തരവാദപ്പെട്ടവർ ഇതൊന്നും കണ്ടമട്ടില്ല. പ്രതിഷേധങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്നത് ബന്ധപ്പെട്ട അധികാരികൾക്കും ശീലമായി കഴിഞ്ഞു. എന്തായാലും പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം LIC ജംഗ്ഷനിൽ ഓവുചാലിന് സ്ലാബില്ലാത്തത് വഴിയോര യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവർ പലരും ആ കുഴിയിൽ വീഴുന്ന അവസ്ഥയിലുള്ളത്. ഒരുപാട് കാൽനട യാത്രികർ സഞ്ചരിക്കുന്നൊരു വഴിയാണ്. അധികൃതർ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഇതിനു മുന്നും ആ സ്ലാബ് തകർന്നിട്ടുണ്ട്. തകർന്ന സ്ലാബ് ആ ഓവുചാലിൻ്റെ അകത്ത് കിടക്കുകയാണ്. പലപ്പോഴായിട്ട് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇക്കാര്യങ്ങളൊന്നും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മടത്തമ്പടി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് LIC ഓഫീസിൻ്റെ സമീപത്തോടെയുള്ള ജംഗ്ഷനിലേക്ക് നടന്നു പോകുന്ന ഓവുചാലുകളിലെ മിക്കവാറും സ്ലാബുകൾ തകർന്ന നിലയിലാണ്. ഇതുവഴിയൊക്കെ ഒരുപാട് കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നൊരു വഴിയാണ്. ഈ വഴിയിൽ ഈ യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വിഷുവിനെ വരവേൽക്കാൻ വിവിധ കമ്പനികളുടെ പടക്കങ്ങളുമായി തൃക്കരിപ്പൂർ നടക്കാവ് കോവൽ മുണ്ടിയക്ക് എതിർവശത്ത് ക്ഷേത്രപാലക ഫയർവർക്സ് പ്രവർത്തനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VK ബാവ, PP പ്രസന്നകുമാരി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വിവിധ കമ്പനികളുടെ വർണ്ണമനോഹര നിറങ്ങളാൽ കണ്ണഞ്ചിപ്പിക്കുന്ന കത്തുന്നതും പൊട്ടുന്നതുമായ പടക്കങ്ങളുടെ വലിയ ശേഖരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന വാനിലേക്ക് ഉയർന്നു പോകുന്ന 15-ലധികം പുതിയ റോക്കറ്റ്, ഷോട്ട്സ്, ഫ്ലവർ പോട്ട്സ് ഇനങ്ങളും ക്ഷേത്രപാലക പടക്കത്തിന്റെ പ്രത്യേകതയാണ്. കമ്പിത്തിരികളും മത്താപ്പുകളും വർണ്ണനിറങ്ങൾ വിതറിത്തെറിക്കുന്ന സ്പെഷ്യൽ നിലചക്രങ്ങളും ഉൾപ്പെടെ ക്ഷേത്രപാലകയിലുണ്ട്. പറങ്കിവെടി മുതൽ ഹൈഡ്രോ ബോംബ്, മരത്തോൺ ബോംബ് ഉൾപ്പെടെ പൊട്ടുന്ന ഇനങ്ങളും ഈ വിഷുക്കാലം ആഘോഷമാക്കാനായി ക്ഷേത്രപാലക ഫയർവർക്സിൽ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. നടക്കാവ് മുണ്ടിയക്ക് സമീപം ക്ഷേത്രപാലക ഫയർവർക്സിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VK ബാവ, PP പ്രസന്നകുമാരി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
ആദിത് ജ്വൽ കളക്ഷൻസിന്റെ നവീകരിച്ച പുതിയ ഷോറൂം പിലാത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മാസ്റ്റർ ശ്രീപതിയാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വർഷത്തെ മികവാർന്ന സേവനം പൂർത്തിയാക്കിയ ആദിത് ജ്വൽ കളക്ഷൻസിന്റെ നവീകരിച്ച പുതിയ ഷോറൂം പിലാത്തറയിൽ മാതമംഗലം റോഡിൽ എം പവർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മാസ്റ്റർ ശ്രീപതിയാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. TV തമ്പാന് ആഭരണം കൈമാറി ആദ്യ വിൽപ്പനയും ശ്രീപതിയാൻ നിർവഹിച്ചു. പ്രശസ്ത ശില്പി KKR വെങ്ങര, സംഗീത സംവിധായകൻ രമേശൻ പെരിന്തട്ട, കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ മാങ്ങാട്, വ്യാപാരികൾ, ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. BIS ഹോൾഡ്മാർക്ക് സ്വർണ്ണാഭരണങ്ങൾ, മേന്മയേറിയ വെള്ളിയാഭരണങ്ങൾ, ഇറ്റാലിയൻ സിൽവർ തുടങ്ങിയ ആഭരണങ്ങൾ കുറഞ്ഞ പണിക്കൂലിയിൽ ലഭിക്കുന്നു. ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും മിതമായ വിലയിൽ ലഭിക്കും. ഉണ്ണിക്കണ്ണൻസ് എന്ന സഹോദര സ്ഥാപനത്തിൽ ഓട്ടുപാത്രങ്ങളും ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള താഴികക്കുടം, നാടൻ വിളക്കുകൾ, മറ്റ് ഗിഫ്റ്റ് ഐറ്റംസ്, ആറന്മുള കണ്ണാടി, സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങിയവ ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ടൈബ എഞ്ചിനീയറിംഗ് വിളയാങ്കോട് പ്രവർത്തനം ആരംഭിച്ചു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇരുമ്പ് ഷീറ്റിൽ CNC ലേസർ കട്ടിംഗ്, NC ബെൻഡിംഗ് എന്നിവ വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലും ഡിസൈനിലും നിർമ്മിക്കുന്ന ടൈബ എഞ്ചിനീയറിംഗ് വിളയാങ്കോട് ശിവക്ഷേത്രത്തിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിത രംഗത്തേക്ക് കടന്നു വരുന്ന ചെറുതും വലുതുമായ സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളുടെ ഒരു സാക്ഷ്യമാണ്. അതിൻ്റെ ഉപയോഗക്ഷമത, അതിൻ്റെ ആവശ്യകത, അതിൻ്റെ അനിവാര്യത, അതെല്ലാം ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ യുവാക്കൾ അത് സാങ്കേതിക പരിജ്ഞാനമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, ജോലി സ്ഥാപനങ്ങൾ സ്വയം കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കൂടി ചേർന്നാൽ നമ്മുടെ നാട്ടിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയായി അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. എല്ലാവരും ജോലിയില്ലാത്തവരൊക്കെ വന്ന് എന്തെങ്കിലും തൊഴിൽ എന്താണ് തൊഴിൽ? അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാതെയാണ് ഇതൊക്കെ കാണിച്ചത്. വിജേഷ് മാവില അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, TV ഉണ്ണികൃഷ്ണൻ, TV കുഞ്ഞിക്കണ്ണൻ, KC തമ്പാൻ മാസ്റ്റർ, M നജ്മുദ്ദീൻ, A ബാലകൃഷ്ണൻ, NP കുഞ്ഞിക്കണ്ണൻ, C പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 8089360120 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇന്ത്യൻ മിസൈൽ മാന് തിരുവനന്തപുരത്ത് ശില്പമൊരുങ്ങുന്നു. തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടി പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയാണ് 10 അടി ഉയരത്തിലുള്ള APJ അബ്ദുൽ കലാം ശില്പമൊരുക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പള്ളിത്തുറ വാർഡിൽ ISRO കവാടത്തിൽ സ്റ്റേഷൻ കടവ് ജംഗ്ഷനിലെ അബ്ദുൽ കലാം പാർക്കിലാണ് നഗരസഭ മുൻകൈയെടുത്ത് കലാം ശില്പം ഒരുക്കുന്നത്. പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയാണ് 10 അടി ഉയരത്തിൽ ചെറുപുഞ്ചിരിയോടുകൂടി കയ്യും മുന്നിൽ കെട്ടി നിൽക്കുന്ന രീതിയിൽ മെറ്റൽ ഗ്ലാസിൽ APJ അബ്ദുൽ കലാം ശില്പം ഒരുക്കുന്നത്. കളിമണിൽ തീർത്ത ഈ APJ അബ്ദുൽ കലാമിൻ്റെ ശില്പം പ്ലാസ്റ്റർ പാർസൽ മോൾഡെടുത്ത് മെറ്റൽ ഗ്ലാസിലേക്ക് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ശില്പം തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ താഴെ വിശ്വസംസ്കാര വേദിയിലാണ് ഇത് പൂർത്തിയായി വരുന്നത്. 6 മാസം സമയത്താണ് ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത്. ഈ വരുന്ന മാസം ഈ ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ഇതിൻ്റെ സംഘാടകർ. പയ്യന്നൂർ കാനായിലാണ് ശില്പനിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണം വിലയിരുത്താൻ തിരുവനന്തപുരം നഗരസഭ അധികൃതർ കാനായിൽ ശില്പിയുടെ പണിപ്പുരയിലെത്തിയിരുന്നു. കലാം ശില്പത്തിന്റെ അവസാന മിനുക്കുപണി തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിന് സമീപം ശ്രീനാരായണ ഗുരു വിശ്വസംസ്കാര ഭവൻ കോമ്പൗണ്ടിൽ വെച്ചാണ് പൂർത്തിയാക്കിയത്. ശില്പം അടുത്തയാഴ്ച അനാച്ഛാദനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി മഹോത്സവത്തിനൊരുങ്ങി മാടായി ഗ്രാമം. മികച്ച ഗായകരെ കണ്ടെത്താനുള്ള മെഗാ ഓഡിഷൻ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗാനം ആലപിച്ച് ഉദ്ഘാടനം ചെയ്തു.
മാടായി പഞ്ചായത്തിലെ മികച്ച ഗായകരെ കണ്ടെത്തി അവർക്ക് വേദി നൽകുകയാണ് ലക്ഷ്യം. ഏപ്രിൽ 27 മുതൽ നടക്കുന്ന പഞ്ചായത്തിന്റെ ഫെസ്റ്റായ മാടായി മഹോത്സവത്തിലാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ഗായകരെ ഉൾപ്പെടുത്തി സംഗീത വിരുന്നൊരുക്കുക. മാടായി പാടുന്നു എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഗായകരെ കണ്ടെത്തുന്നതിനായി ഓഡിഷൻ സംഘടിപ്പിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ ഗാനമാലപിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നാടിന്റെ ജനകീയ ഉത്സവമാക്കി ഫെസ്റ്റിനെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. കലാകാരന്മാർക്ക് പ്രോത്സാഹനം എന്ന രീതിയിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി, മോഹനൻ കക്കോപ്രവൻ, റഷീദൊടിയിൽ, സമദ് ചൂട്ടാട് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇരിനാവ് ഡാം ടൂറിസം പദ്ധതി ആരംഭിക്കുന്നതിന് മുന്നോടിയായി M. വിജിൻ MLA നേതൃത്വത്തിൽ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ അനുവദിച്ചത്. ഇതിന്റെ ഭാഗമായി വിശദമായ പദ്ധതി തയ്യാറാക്കുന്നതിന്റെ മുന്നോടിയായാണ് സന്ദർശനം. ഇറിഗേഷൻ വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് വിപുലമായ ടൂറിസം പദ്ധതി ഒരുങ്ങുന്നത്. കുട്ടികളുടെ പാർക്ക്, ഇവന്റ് സെന്റർ, ഫുഡ് കോർട്ട്, ഇരിപ്പിടങ്ങൾ, കഫ്റ്റേരിയ, ഓപ്പൺ ജിം എന്നിവ ഒരുക്കും. പഴയ ഡാം പാലത്തിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ലൈറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിക്കും. പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതോടൊപ്പം ബോട്ടിംഗ് സവാരി ഉൾപ്പെടെ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ട പദ്ധതിക്കാണ് 1 കോടി രൂപ അനുവദിച്ചത്. പദ്ധതി വിശദമായ രൂപരേഖ തയ്യാറാക്കി സർക്കാരിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കും. അംഗീകാരം ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തിന്റെ ടൂറിസം വികസനത്തിനും നിരവധി പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും സാധിക്കും. ഇരിനാവ് ഡാം ടൂറിസത്തിന് ബജറ്റിൽ 1 കോടി രൂപ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. ഇരിനാവ് ഡാം ടൂറിസം എന്ന ആവശ്യം ഒരുപാട് കാലമായി അവിടുത്തെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. മൈനർ ഇറിഗേഷന്റെ കൈവശമുള്ള ആ സ്ഥലത്താണ് ഈ പദ്ധതി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. 1 കോടി രൂപയുടെ പ്രാരംഭ പദ്ധതി എന്ന നിലയിലാണ് ഇപ്പൊ തുടക്കം കുറിക്കാൻ പോകുന്നത്. തുടർന്ന് നമുക്ക് ടൂറിസം വകുപ്പ് കുറച്ചുകൂടി തുക അനുവദിച്ച് നൽകും എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് അതിന്റെ 2ാം ഘട്ടത്തിന് വേണ്ടി ടൂറിസം വകുപ്പിൽ സബ്മിറ്റ് ചെയ്യാനും ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്, അവിടെ ഒരു ചെറിയ ആംഫി തിയേറ്റർ സംവിധാനത്തിൽ ഒരു ഓപ്പൺ എയർ സംവിധാനം അവിടെ വരികയാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ഓപ്പൺ ജിമ്മ്, റെസ്റ്റോറന്റ്, അതോടൊപ്പം അതിമനോഹരമായി വിശ്രമിക്കാൻ പറ്റുന്ന ഗാർഡൻ സംവിധാനം കൂടി ചേർത്ത് വെച്ച സൗകര്യം അവിടെ ഒരുക്കും. ബോട്ടിംഗ് ഉൾപ്പെടെ ഭാവിയിൽ ആരംഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലാണ് ടൂറിസം ബജറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത്. MLAയോടൊപ്പം ആർക്കിടെക്ട് മുഹമ്മദ് യു, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, T ചന്ദ്രൻ, M ബാലകൃഷ്ണൻ, PP കുഞ്ഞിക്കണ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K പ്രീത, മെമ്പർ CV ഭാനുമതി എന്നിവരുമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴമക്കാരെയും പുതുരക്തങ്ങളെയും ഒരുമിച്ച് ചേർത്ത് തൃക്കരിപ്പൂരിൽ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ തലമുറ സംഗമം നടത്തി. വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ അറിയാൻ വാർദ്ധക്യം രോഗമായി കാണരുതെന്നും സമൂഹത്തെ അറിയിക്കാനുമായി സംഘടിപ്പിച്ച സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. വയോധികരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് തലമുറ സംഗമം സംഘടിപ്പിച്ചത്. സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശപ്രകാരം തൃക്കരിപ്പൂർ കുടുംബശ്രീ CDS ഹാളിൽ പുതുതലമുറയിലെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെയും വയോജന അയൽക്കൂട്ടങ്ങളെയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആനുകൂല്യങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ സർക്കാർ കാലാകാലങ്ങളിൽ നൽകുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ നിലവിലുണ്ട്. സർക്കാരിൻ്റെ ഫണ്ടിൽ 5% വയോജനങ്ങൾക്ക് നീക്കി വെക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. ആ 5% എന്താണ് എന്നോ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ വേണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം യഥാർത്ഥത്തിൽ വയോജനങ്ങൾക്കാണ്.
പക്ഷേ വയോജന ഗ്രാമസഭയിലോ വയോജനങ്ങളുടെ പങ്കാളിത്തത്തിലോ പലപ്പോഴും ആരും ഉണ്ടാകാറില്ല എന്നതാണ് വസ്തുത. പല ആനുകൂല്യങ്ങളും വയോജനങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും ആ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റാത്ത അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ഒന്നാമതായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമൂഹ്യക്ഷേമ പെൻഷൻ തന്നെ യഥാർത്ഥ വലിയൊരു ആനുകൂല്യമാണ്. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സ് പൂർത്തിയായ അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും ഇന്ന് പെൻഷൻ നൽകി വരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. CDS അധ്യക്ഷ എം മാലതി അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷ എം ഖൈറുന്നിസ, CDS അംഗം ശ്രീജ സന്തോഷ്, എൻ ഹാജിറ എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ റിട്ടയർഡ് IO KV രാഘവൻ മാസ്റ്റർ, ഷംസുദ്ദീൻ IT, C രജിത എന്നിവർ ക്ലാസ് എടുത്തു. തലമുറ സംഗമത്തിൽ പങ്കെടുത്ത വയോജനങ്ങൾക്ക് പാരിതോഷികങ്ങളും നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം പഞ്ചായത്തിലെ അങ്കണവാടികൾക്ക് ഡിജിറ്റൽ വെയിറ്റിംഗ് സ്കെയിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടികൾക്ക് വളർച്ചാ നിരീക്ഷണ ഉപകരണമായ ഡിജിറ്റൽ വെയിറ്റിംഗ് സ്കെയിൽ വിതരണം ചെയ്തു. 31 അങ്കണവാടികളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അങ്കണവാടി പ്രവർത്തകർക്ക് വെയിറ്റിംഗ് സ്കെയിൽ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ അങ്കണവാടികളിലും ഇപ്പോൾ വളർച്ചാ നിരീക്ഷണ ഉപകരണം ഇന്നിവിടെ വിതരണം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ അതാത് അവസരം അവരെ നിരീക്ഷണം നടത്തുകയും ആവശ്യമായ രൂപത്തിൽ അവർക്ക് ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഉദ്ദേശം. ഇവിടെ നൽകിയിട്ടുള്ള ഈ നിരീക്ഷണ ഉപകരണം ഏറ്റവും ഗുണമേന്മയേറിയ ഉപകരണമാണ് നിങ്ങൾക്കിപ്പോൾ നൽകിയിട്ടുള്ളത്. ഇത് ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ ഇപ്പോൾ സീൽ വെച്ചതാണ് ഇപ്പോൾ ഉള്ളത്. ICDS സൂപ്പർവൈസർ ഫാത്തിമത്ത് സുഹറ, പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് പോൾ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാതറ. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന TV വാസുവിന്റെ 21ാം ചരമദിനം ആചരിച്ചു. കണ്ടോത്ത് നടന്ന അനുസ്മരണ സമ്മേളനം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളായ TV വാസുവിന്റെ 21ാം ചരമദിനം കണ്ടോത്ത് ആചരിച്ചു. അനുസ്മരണ സമ്മേളനം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. 2002 ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങൾ വന്നിരിക്കുന്നു. ആ ഓർമ്മ വന്നു എന്നുള്ളതാണ് RSSനെ അവർ പിന്തുണക്കുന്ന സംഘപരിവാറിനെ ഒക്കെ വലിയ നിലയിൽ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ CBSE സിലബസിൽ ഇനി ഗാന്ധി മതം പഠിപ്പിക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. ഗാന്ധി മതം പഠിപ്പിക്കുമ്പോൾ ആര് ഗാന്ധിയെ കൊന്നു, ഗാന്ധിജി എന്തിനു വേണ്ടി നിലകൊണ്ടു, ഗാന്ധിയുടെ നിലപാടെന്തായിരുന്നു, ഗാന്ധിയുടെ ദർശനം എന്തായിരുന്നു, അത് പഠിച്ചു വളരുന്ന ഒരു തലമുറയുടെ മുന്നിൽ RSSന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടത്ര വേരോട്ടം കിട്ടില്ല. അതുകൊണ്ട് ഗാന്ധിയെ മറക്കണം. മുഗൾ ഭരണകാലത്തെക്കുറിച്ച് ഇനി CBSEയുടെ ചരിത്ര പാഠപുസ്തകങ്ങളിലുള്ള പാഠങ്ങൾ വേണ്ട എന്നവർ തീരുമാനിച്ചു. ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണം, അത് ഏകമത രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട് വരണം എന്ന നിലപാട് സ്വീകരിച്ചു പോകുന്ന കേന്ദ്ര ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭരിച്ചിരുന്ന ഒരു ദേശമാണിത് എന്ന പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവരുടെ ആശയത്തിന്, അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടത്ര വേരോട്ടം ലഭിക്കില്ല. P സന്തോഷ്, K പവിത്രൻ, VP മോഹനൻ, KK ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമൃത് ഭാരത് പദ്ധതിയിൽ കോടികളുടെ വികസനം നടക്കുന്ന പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാഴ്സൽ സർവീസ് നിർത്തലാക്കി ഉത്തരവിറക്കിയ അധികൃതർ. ഇതോടെ ഇല്ലാതായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരിച്ചും പാഴ്സൽ അയക്കുന്ന സൗകര്യം. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് ഒരുക്കി. 45 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഏപ്രിൽ മാസം അവസാന വാരത്തോടെ ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കല്യാശ്ശേരി MLA M വിജിൻ പ്രഖ്യാപനം നിർവഹിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രി LIC ജംഗ്ഷനിൽ റോഡിന് ഇരുവശവും കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നത് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്നതായി പരാതി. സ്ലാബുകൾ സ്ഥാപിച്ചു അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യവുമായി യാത്രക്കാരും പ്രദേശവാസികളും.
ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.